സമസ്തയുടെ കഴിഞ്ഞകാല സമ്മേളന ചരിത്രത്തിൽ 957 സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം 67 CPIMന്റെ മുഖ്യമന്ത്രിയായി EMS വന്നു. അതിനുശേഷം നായനാർ വന്നു. അതിനുശേഷം VS അച്യുതാനന്ദൻ വന്നു. അതിനുശേഷമാണ് പിണറായി വിജയൻ വരുന്നത്. ആ പിണറായി വിജയൻ മാത്രമാണ് സമസ്തയുടെ ഒരു വേദിയിൽ, ഇതുപോലെ ഒരു സമസ്തയുടെ വാർഷിക സമ്മേളന വേദിയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത്. മുസ്ലിം സമുദായത്തിനിടയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടലാണ് മുസ്ലിം ലീഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ സമ്മേളനങ്ങളിൽ നിന്ന് ലീഗ് നേതാക്കന്മാരെ അകറ്റി നിർത്തുന്നു. സമസ്തയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആധിപത്യമെല്ലാം നഷ്ടപ്പെട്ടു. നേരത്തെ സമസ്തയുടെ സമ്മേളനങ്ങൾ നിശ്ചയിക്കുന്നതും അതിൻ്റെ പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കുന്നതുമെല്ലാം മുസ്ലിം ലീഗ് നേതാക്കളായിരുന്നെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന് യാതൊരു തരത്തിലുള്ള ഇടപെടൽ ശേഷിയും സമസ്തക്കകത്ത് ഇല്ലാത്ത വിധം സമസ്ത ഒരു സ്വയം പര്യാപ്ത സംഘടനയായി മാറിയിരിക്കുകയാണ്. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അത് വളരെ പ്രകടമാണ്. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളന ചരിത്രത്തിൽ, സമസ്തയുടെ കഴിഞ്ഞകാല സമ്മേളന ചരിത്രത്തിൽ 957 സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം 67 CPIMന്റെ മുഖ്യമന്ത്രിയായി EMS വന്നു. അതിനുശേഷം നായനാർ വന്നു. അതിനുശേഷം VS അച്യുതാനന്ദൻ വന്നു. അതിനുശേഷമാണ് പിണറായി വിജയൻ വരുന്നത്. ആ പിണറായി വിജയൻ മാത്രമാണ് സമസ്തയുടെ ഒരു വേദിയിൽ, ഇതുപോലെ ഒരു സമസ്തയുടെ വാർഷിക സമ്മേളന വേദിയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മതവിരുദ്ധ പാർട്ടിയായും മതനിഷേധികളായും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അത്തരം സമസ്തയുടെ വേദികളിലേക്ക് അടുപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗിന് വലിയ നീരസമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമസ്ത വളരെ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളെ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പോലും സമസ്തയുടെ വേദികളിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. മുസ്ലിം ലീഗാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 100ാം വാർഷിക സമ്മേളനത്തിൽ വളരെ പ്രൗഢമായ, സമസ്തയുടെ സമ്മേളന ചരിത്രത്തിൽ ഏറ്റവും ജനനിബിഡമായ ഒരു സമ്മേളനമാണ് കാസർഗോഡ് കുനിയയിൽ നടന്നത്. കുനിയ എന്ന് പേരിട്ടപ്പോൾ ലീഗ് പ്രവർത്തകർക്ക് ഇത്രയും കുനിയേണ്ടി വരും എന്നാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം അവിടെ വന്നു പിണറായി വിജയനെ പോലെ ലോകം തലയെടുപ്പോടുകൂടി നോക്കിക്കാണുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ വരുന്നു. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ അടുപ്പം ഉള്ള ഒരു നേതാവിനോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറുന്നു. പരസ്പരം എന്തോ കഴിക്കുന്നത് പോലും പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ പിണറായി വിജയന് എന്നേക്കും ഓർത്തു വെക്കാവുന്ന ഒരു മെമൻറ്റോ നൽകി ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങനെ സമസ്തയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഇല്ലാത്ത ഒരു പുതിയ ചരിത്രമാണ് ഈ സമ്മേളനത്തോടു കൂടി തുറക്കപ്പെടുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല സമ്മേളനങ്ങളിലെല്ലാം ലീഗ് നേതാക്കന്മാരാണ് സമസ്തയുടെ സമ്മേളനങ്ങളിൽ സ്വാഗതം പറയാറുള്ളതും അധ്യക്ഷത വഹിക്കാറുള്ളതും ഉദ്ഘാടനം ചെയ്യാറുള്ളതും അതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്താറുള്ളതും ഒരുപക്ഷെ നന്ദി പറയാറുള്ളതും മുസ്ലിം ലീഗ് നേതാക്കന്മാരായിരുന്നു. കഴിഞ്ഞകാല സമ്മേളനങ്ങളൊക്കെ ചരിത്രത്തിൽ അങ്ങനെയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു വല്ലാത്ത ഒരു ആധിപത്യം പ്രകടമായിരുന്നു സമസ്തയുടെ പല സമ്മേളനങ്ങളിലും. പക്ഷേ ഈ 100ാം വാർഷിക സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ ഒരു പേരിന് മാത്രം പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. സമസ്തയുടെ പ്രസിഡന്റായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ തൊട്ടടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇരിപ്പിടം ഒരുക്കിയപ്പോഴും സമസ്തയുടെ ഒരു പ്രധാന എതിരാളിയായി മാറുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ ജിഫ്രി തങ്ങളോട് അല്പം അകലം വിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് മുൻകാല അനുഭവങ്ങളിലില്ല. മുൻകാലത്ത് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ ഉള്ള കാലത്ത് സമസ്തയുടെ പ്രസിഡന്റുമാരോടൊപ്പം അടുപ്പം ചേർന്ന് ഇരിക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. പക്ഷേ ഇത്തവണ അത് കിട്ടുന്നില്ല. സമസ്തയിൽ നിന്ന് കിട്ടുന്ന ആദരവും ബഹുമാനവും എല്ലാം മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം മുസ്ലിം ലീഗ് സമസ്തയെ ഒരു വോട്ട് ബാങ്കായിട്ടാണ് നാളിതുവരെ കണ്ടത്. സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾക്ക് സർക്കാർ തലത്തിൽ പൊതുവിടങ്ങളിൽ ഇടപെടേണ്ടിയിരുന്നെങ്കിൽ അതിന് മുസ്ലിം ലീഗിൻ്റെ കത്ത് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു മധ്യസ്ഥം ആവശ്യമായിരുന്നു സമസ്തക്ക് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ. പക്ഷേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി എന്ന മുഖ്യമന്ത്രി സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി നേരിട്ട് കണക്ഷൻ സ്ഥാപിക്കുകയും ജിഫ്രി തങ്ങളുടെ ഏത് ഫോൺ കോളുകളും ഏതു സമയത്തും എടുക്കുകയും ഒരു മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട സംഘടനാ നേതാവ്, ഒരു മാന്യനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മുന്തിയ പരിഗണനയും കൊടുക്കുന്നുണ്ട്. അത് ഈ സമ്മേളനത്തിൽ വളരെ പ്രകടമായി കാണാൻ കഴിഞ്ഞു. ഈ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളെന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. സമസ്ത നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കൽപ്പിച്ചിരുന്ന അകൽച്ചയും വെറുപ്പും വിദ്വേഷവുമെല്ലാം ഈ സമ്മേളനത്തോടു കൂടി ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല മുസ്ലിം ലീഗ് സമസ്തക്ക് ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക്, മുസ്ലിം ലീഗ് ഇല്ലാതെയും സമസ്തക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സമസ്ത ഈ സമ്മേളനത്തോടു കൂടി അത് പ്രവർത്തിച്ച് കാണിച്ചിരിക്കുകയാണ്. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം എല്ലാ അർത്ഥത്തിലും വൻ വിജയമായിരുന്നു.